പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിൻ്റെ 7ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 12ാം മാസത്തിൻ്റെ 1ാമത്തെ വിശുദ്ധ ആരാധനയുടെ ഒരു പ്രഭാതത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും ദൈവം തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10ാം അധ്യായം 45ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നസ്രയനായ യേശു എന്ന് കേട്ടു അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരുന്ന മനുഷ്യന് ജീവിതത്തിൽ ഏറിയ പങ്കും കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങൾ തന്നെയാണ്. ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങളേക്കാൾ എത്രയോ മടങ്ങാണ് താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും. നമുക്ക് ചുറ്റും കരച്ചിലിൻ്റെയും നിലവിളിയുടെയും എത്രയെത്ര ശബ്ദങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാവിട്ട് നിലവിളിക്കുക, അലറിക്കരയുക, നിലവിളിക്കുക, വിങ്ങിക്കരയുക, ഏങ്ങിക്കരയുക, ഞരങ്ങുക, ഹൃദയം പൊട്ടി നിലവിളിക്കുക എന്ന് തുടങ്ങി എത്രയെത്ര വിധത്തിലാണ് കരച്ചിലിൻ്റെ തീവ്രത അനുസരിച്ച് മനുഷ്യർ കരച്ചിലിനെ തരംതിരിക്കുന്നത്. ഈ ലോകം വിടുന്നത് വരെ കരച്ചിലിൻ്റെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടവരാണ് മനുഷ്യർ. കുട്ടികളാണ് കരച്ചിലിന് മുന്നിൽ നിൽക്കുന്നത്. 2ാം സ്ഥാനം സ്ത്രീകൾക്കാണ്. നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അഥവാ മനസ്സിലാക്കിയാലും മറ്റുള്ളവർക്ക് അത് വിഷയമായി തോന്നുകയോ അല്ലെങ്കിൽ അവർ മനസാക്ഷി ഇല്ലാത്തവരായി നമ്മെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കാം. നമ്മുടെ കരച്ചിലിന് മുമ്പിൽ മറ്റുള്ളവർ നിസ്സഹായരായി നിൽക്കുമ്പോഴും നമ്മുടെ നെടുവീർപ്പ് പോലും ആഴത്തിൽ ഗ്രഹിച്ചറിയുന്നവനും അതിന് മറുപടി തരുന്നവനും നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരിനും നിലവിളിക്കും മറുപടി നൽകുക തന്നെ ചെയ്യും. ഒരു വ്യക്തി ദൈവം മുമ്പാകെ കരയണമെങ്കിൽ ഒന്നാമതായി താൻ ബലഹീനനാണെന്നും തൻ്റെ കഴിവ് കൊണ്ടും സഹാനുഭൂതിയുള്ള മനുഷ്യരുടെ സഹായം കൊണ്ടും തൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് സമ്മതിക്കണം. താങ്ങാനാവാത്ത വേദന ഉള്ളിൽ അനുഭവപ്പെടുകയും ഹൃദയം തകരുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് അയ്യോ എന്ന് വിളിച്ച് കരയുവാൻ കഴിയുകയുള്ളൂ. തൻ്റെ ഭർത്താവായ അബ്രഹാം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഹാഗറിനെയും തൻ്റെ മകനെയും നിഷ്കരുണം ഭവനത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഒറ്റപ്പെട്ടു പോയ ആ അമ്മയെയും മകനെയും തങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിനും വേണ്ടി ദൈവത്തോട് വളരെ കരഞ്ഞു. തലമുറകൾ ജനിക്കാത്തത് നിമിത്തം നിന്ദകളും വേദനകളും അനുഭവിക്കുന്ന അനേക ദമ്പതികൾ ലോകത്തിലുണ്ട്. എന്നാൽ ചില തീരുമാനങ്ങളോടും നിലവിളിയോടും കൂടെ ദൈവസന്നിധിയിൽ കരഞ്ഞ് അനേകരുടെയും കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേട്ടവർക്ക് മറുപടി കൊടുത്തതായി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമൂഹം ത്യജിച്ച പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു ദുഃഖത്തോടെ കരയുവാനിടയായി. കരഞ്ഞപ്പോൾ ദൈവം അവരുടെ പാപം ക്ഷമിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തുവല്ലോ. നെഹമ്യാവും പ്രവാസത്തിലായിരുന്ന ജനങ്ങളും ആലയത്തിൻ്റെ തകർച്ചയെ ഓർത്ത് ഉപവസിച്ച് ദൈവം മുമ്പാകെ കരഞ്ഞപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്തു. പ്രിയ ദൈവവേദനയെ, ഈ പ്രഭാതം സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യരുടെ മുൻപിൽ കരഞ്ഞത് മതി. നിന്റെ ഉള്ളം തിരിച്ചറിയുന്ന, നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമുഖത്തേക്ക് നോക്കി കരയാമോ?
കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി അടയ്ക്കാം. ആമേ കരഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ബർത്തമായിയുടെ ആമേ നിലവിളിയുടെ മറുപടി യേശു നൽകിയെങ്കിൽ കുഞ്ഞെ, നിന്റെ നിലവിളിയുടെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവവേദലെ ആമേ സ്തോത്രം ആരാകട്ടെ, ദൈവദാസന്മാരെ, കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ നിലവിളിയുടെ മറുപടിയിൽ കാണാതെ പോകുന്ന ഒരു യേശുവിനെ അല്ല ആമേൻ ആരാധിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളുടെ നിലവിളിക്ക് ദൈവം മറുപടി നൽകും. സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർ, മാനസികമായ നിരാശകളിലായിരിക്കുന്നവർ, ശാരീരികമായ ക്ലേശങ്ങളിലായിരിക്കുന്നവർ, മക്കളെ ഓർത്ത് കരയുന്നവർ, ആമേൻ കുടുംബജീവിതങ്ങളിൽ പ്രവേശിക്കുവാൻ, ആമേൻ വിവാഹ ജീവിതങ്ങളിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കളുടെ കണ്ണുനീരും അവ കണ്ട് മറികടന്നു പോകുന്ന ഒരു യേശു അല്ല നാം ആരാധിക്കുന്ന യേശു. ഇന്ന് പ്രഭാതം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ആരാധനയുടെ മുന്നിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനാൽ, ആമേൻ ഈ 12-ാം മാസം നമ്മുടെ വാഗ്ദത്തങ്ങൾ കണ്ട് സന്തോഷിക്കേണ്ടതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിലവിളിയുടെ മറുപടികൾ നൽകി മാനിക്കണം, ആദരിക്കണം കർത്താവേ. ആമേൻ മരുഭൂമിയിൽ നിലവിളിച്ച ആമേൻ ഹാഗറിൻ്റെ നിലവിളി കേട്ട് ദൈവം ഉറവ തുറന്നതുപോലെ ഈ നാളുകളിൽ തൻ്റെ മക്കൾക്കായി അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ്. ഇന്ന് പകൽക്കാലം എല്ലാവരെയും അനുഗ്രഹിക്കണം, മകത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.